ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വട്ടിയൂർക്കാവിലെ ഡീൽ ആരോപണത്തിൽ കൊമ്പുകോർത്ത് നേതാക്കൾ. കൌൺസിലർമാരുടെ പേരുകൾ പുറത്തു പറയാൻ ഒരു മടിയുമില്ലെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബിജെപിയുടെ വെല്ലുവിളി ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ പേരുകൾ പുറത്തുവിടുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അത് ഞാൻ കാണട്ടെ, ഞാൻ പറയാലോ. ഇത് കണ്ടേ പേര് പുറത്തുവിടാം. കൗൺസിലർമാരുടെ എനിക്ക് ഒരു മടിയില്ല. അല്ലെങ്കിൽ അവർ പറയട്ടെ ഇല്ല എന്ന്. ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരോട് അവർ പറഞ്ഞാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഒരു ഭയപ്പാട് ഞങ്ങൾക്കില്ല. അതായത് വെല്ലുവിളി ഏറ്റെടുക്കുന്നു, ഡീലാരോപണം ഉണ്ട് എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും. ബിജെപിയുമായി ഡീൽ ഉണ്ടാക്കുന്നതിലെ പ്രധാന കഥാപാത്രമാണ് കെ മുരളീധരൻ എന്നാണ് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എ റഹീമിന്റെ ആരോപണം. ലോക്സഭയിൽ തൃശൂരിൽ ഡീൽ നടത്തി ബിജെപിയെ ജയിപ്പിച്ചു. വട്ടിയൂർക്കാവിൽ ബിജെപിയും LDF-ഉം തമ്മിലാണ് മത്സരമെന്നും എ റഹീം പറഞ്ഞു. വട്ടിയൂർക്കാവില് ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. ശ്രീ കെ മുരളീധരൻ അല്ലാതെ കോൺഗ്രസിന് വേറെ ആർക്കെങ്കിലും കെ മുരളീധരൻ ജയിക്കണമെന്നും നന്നായി കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇപ്പൊ വട്ടിയൂർക്കാവിലാണ്. ഇനി അടുത്ത അദ്ദേഹം വേറൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോ ആ മണ്ഡലത്തിലേക്ക് പോകും. അപ്പൊ ഇദ്ദേഹം ഇതിനു മുമ്പ് ഈ ദേശാടനത്തിനിടയിൽ അദ്ദേഹം പോയൊരു മണ്ഡലം ഉണ്ടല്ലോ, അത് തൃശ്ശൂരല്ലേ. കോൺഗ്രസ് BJP ഡീലിന്റെ ഇരയാണ് യഥാർത്ഥത്തിൽ ശ്രീ കെ മുരളീധരൻ. ഒരു ആശയക്കുഴപ്പവും ജനാധിപത്യ കേരള കോൺഗ്രസുമായിട്ടോ അതിന്റെ നേതാവ് ശ്രീ ആന്റണി രാജുമായിട്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. അദ്ദേഹം ഇന്നു മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി. എന്നാൽ ഡീൽ ആരോപണം തോൽവി മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യം എടുക്കലാണെന്നാണ് BJPയുടെ പ്രതികരണം. UDF CPIM ഡീലാണ് നടക്കുന്നതെന്നും BJPക്കെതിരായ ആരോപണം ആദ്യമായല്ലെന്നും തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞു. 2016 ശ്രീ കുമ്മനം രാജശേഖരൻജി വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് LDF-ന്റെ 7500 വോട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അന്ന് ആരായിരുന്നു ഡീൽ നടത്തിയത്? LDF-ഉം UDF-ഉം തമ്മിലായിരുന്നു അന്ന് ഡീൽ നടത്തിയത്. TN-സീമ 3ാം സ്ഥാനത്തേക്ക് പോയത്, TN-സീമ ഇത്രത്തോളം വോട്ടിന് പിറകേക്ക് പോയത് CPM-ന്റെ വോട്ട് കൃത്യമായിട്ട് എണ്ണിയെടുത്ത് UDF-ന് ചെയ്തുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻജി ജയിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഡീലുള്ളത് അവർക്കാണ്. ഇത് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരുപാട് സീറ്റുകൾ BJP വിജയിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇങ്ങനെ വട്ടിയൂർക്കാവിലെ ഡീൽ ആരോപണത്തിൽ വാക്പോര് കടുക്കുകയാണ്. ശ്രീലേഖ വെല്ലുവിളിക്കുകയായിരുന്നു കെ മുരളീധരനെ. അത്തരത്തിൽ BJPയുടെ ഏതെങ്കിലും കൌൺസിലർമാർ രാത്രികാലങ്ങളിൽ VK പ്രശാന്തിനായി പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തുവിടാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണോ കെ മുരളീധരൻ? എങ്ങനെ പ്രതിരോധിക്കുന്നു CPIM? സ്വാഭാവികം വരും ദിവസങ്ങളിൽ ആരാണ് വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്ക് വേണ്ടി അവിടെ പ്രശാന്തിന് വേണ്ടി പ്രചാരണം നടത്തിയ BJP കൗൺസിലർമാർ എന്ന കാര്യത്തിൽ കെ മുരളീധരൻ തന്നെ അത് വെളിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ മുരളീധരൻ അക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ്. വെല്ലുവിളിച്ചാൽ താൻ പേരുകൾ വെളിപ്പെടുത്തും. മാത്രവുമല്ല, കൃത്യമായ ഡീലുണ്ടെന്ന ആരോപണം ആവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഡീലും ഇല്ല. പരാജയം മുന്നിൽ കണ്ടാണ്, പരാജയ ഭീതി കൊണ്ടാണ് കെ മുരളീധരൻ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു ആരോപണം, ദുരാരോപണം ഉയർത്തുന്നതെന്ന് CPM നേതൃത്വവും BJP നേതൃത്വവും ഒരുപോലെ പ്രതിരോധിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ കൃത്യമായ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഡീൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലും വട്ടിയൂർക്കാവിലുമാണെന്ന് കെ മുരളീധരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന്റെ കാരണമായി പറയുന്നത് BJPക്ക് NDAക്ക് സ്ഥാനാർത്ഥിയെ ശ്രീലേഖയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണം കൃത്യമല്ല. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VV രാജേഷ് മത്സരിച്ചപ്പോൾ ഉണ്ടായ പ്രചാരണം പോലെ ഈ തവണ എന്തുകൊണ്ട് പ്രചാരണം നടക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് കൃത്യമാണ് ആ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിൽ LDF-ന്റെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. സിറ്റിംഗ് സീറ്റിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങൾ തമ്മിലുള്ള ധാരണയാണ് BJPയും LDF-ഉം തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ആരോപണമാണ്. അതിനെയാണ് LDF-ഉം NDAയും പ്രതിരോധിക്കുന്നത്. അങ്ങനെ ഒരു ഡീലുമില്ല എന്ന് മാത്രമല്ല, ആ ഡീൽ എന്ന ആരോപണം കെ മുരളീധരൻ ഉന്നയിക്കാനുള്ള കാരണം കെ മുരളീധരന് പരാജയ ഭീതിയാണെന്ന്. ഏതായാലും ഇന്നും ഈ ആരോപണത്തിന്റെ തുടർച്ചയുണ്ടാകും. സ്വാഭാവികമായും LDF-ഉം NDAയും പ്രതിരോധിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ കൗൺസിലർമാർ ആരാണ് പ്രശാന്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് എന്ന വെളിപ്പെടുത്തൽ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഷിപാലാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.